4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ദില്ലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇടത് വിദ്യാർത്ഥി സഖ്യവും എബിവിപിയും NSUമാണ് മത്സര രംഗത്തുള്ള പ്രധാന വിദ്യാർത്ഥി സംഘടനകൾ. SFIയുടെ പാനലിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് മലയാളിയായ ഗോപിക ബാബുവാണ്. ഇടവേളയ്ക്ക് ശേഷം JNUവിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അക്ഷരാർത്ഥത്തിൽ ആവേശഭരിതമാണ്. നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ സീറ്റുകൾക്ക് പുറമെ 42 കൗൺസിലർമാരെയും തെരഞ്ഞെടുക്കും. ഐസ, SFI, AASF, DSF എന്നിവ ഒരുമിച്ചുള്ള ഇടത് വിദ്യാർത്ഥി സഖ്യവും ABVP, NSUI, ഛത്ര രാഷ്ട്രീയ ജനതാദൾ എന്നീ വിദ്യാർത്ഥി സംഘടനകളും മത്സരരംഗത്തുണ്ട്. ഇക്കുറി മലയാളി വിദ്യാർത്ഥിനിയും മത്സരരംഗത്തുണ്ട്. MA സോഷ്യോളജി 2ാം വർഷ വിദ്യാർത്ഥിനിയായ ഗോപിക ബാബു SFIയുടെ പാനലിൽ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കും. വിദ്യാർത്ഥികൾ ഇടതുപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഗോപിക ബാബു പ്രതികരിച്ചു. ഇന്നലെ നടന്ന ഇടത് സംഘടനകളുടെ യുണൈറ്റഡ് ലെഫ്റ്റ് പാനലിൻ്റെ ജാഥയിൽ 1000-ഓളം JNUവിലെ സ്റ്റുഡൻസ് പങ്കെടുത്തിരുന്നു. ആ ഒരു ജാഥയിലെ സ്ട്രെങ്ത് തന്നെ കാണിക്കുന്നത് JNUവിലെ സ്റ്റുഡൻസ് എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. ഇനി അങ്ങോട്ടും ഇലക്ഷൻ കഴിഞ്ഞിട്ടും അത് തന്നെയായിരിക്കും ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടത് വിദ്യാർത്ഥി സഖ്യമാണ് വിജയിച്ചത്. ഇടത് വിദ്യാർത്ഥി സഖ്യം ക്യാമ്പസിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് ABVP ഉയർത്തുന്ന പ്രചാരണം. ഇടത് സഖ്യത്തിൽ നിന്ന് ധനഞ്ജയിയും ABVPയിൽ നിന്ന് ഉമേഷ് ചന്ദ്ര അജ്മീരിയും NSUIയിൽ നിന്ന് ജുനൈദ് റാസിയുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ദിവസങ്ങളിൽ സർവകലാശാലയിലും പരിസരത്തും കനത്ത സുരക്ഷയും ഒരുക്കും. കൈരളി ന്യൂസ്, ഡൽഹി.